ഹായ് ഗൈസ്, റഷ്യ ഉക്രൈൻ വാർ തീർന്നു, അവസാനിച്ചു, അല്ലെങ്കിൽ അതൊരു ഫാറ്റിക് സ്റ്റേജിലാ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും തെറ്റായ ന്യൂസാണ് നിങ്ങൾ കേൾക്കുന്നത്. കാരണം ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ വീണ്ടും ശക്തമായി ഇപ്പോൾ വളരെ അധികം വയലന്റ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് റഷ്യ കുറെ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് കൊറിയന്റെ സോൾജേഴ്സ് ഇപ്പോൾ റഷ്യയിൽ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ തമ്മിൽ ചർച്ച നടത്തുന്നു. നാറ്റോ സംഘടനകളെല്ലാം തന്നെ കളത്തിലോട്ട് വരുന്നു. ഇപ്പോൾ തികച്ചും അതൊരു വലിയൊരു സ്റ്റേജിലോട്ട് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കുറെ അപ്ഡേറ്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 1000 ദിവസങ്ങൾ കടന്ന് മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 1000 ദിവസമെല്ലാം കഴിഞ്ഞാൽ ഒന്നുകിൽ വാർ ഫാറ്റിക് വരും, അല്ലെങ്കിൽ ആ വാർ യുദ്ധം നിർത്തുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തും. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച എടുത്തു നോക്കുകയാണെങ്കിൽ ഈ യുദ്ധം നല്ല രീതിയിൽ സ്പീഡപ്പ് ആയിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഇലക്ഷൻ കഴിയുകയും അടുത്ത ഒരു 2 മാസം, ഇനി 2 മാസമില്ല, അടുത്ത 1 മാസം കൊണ്ട് തന്നെ ഈ ജോ ബൈഡന്റെ ട്രാൻസിഷൻ പീരീഡ് കഴിയുകയാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വരും. അപ്പോൾ ഈ 2 മാസം കൊണ്ട് തന്നെ ജോ ബൈഡന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ എല്ലാം കൊടുത്തത്. അപ്പോൾ ജോ ബൈഡനും പാർട്ടിക്കും അറിയാം, ട്രംപ് പ്രസിഡന്റായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ റഷ്യക്കെതിരായിട്ട് ഉക്രൈന് കൊടുക്കുന്ന ആ ഫണ്ടുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം ട്രംപിനെ ഈ യുദ്ധത്തിലോട്ട് വലിച്ചഴക്കാൻ പറ്റുമോ അതെല്ലാം തന്നെയാണ് ഇപ്പോൾ ജോ ബൈഡനും പാർട്ടിയും കൂടെ ഈ ഒരു 2 മാസ ട്രാൻസിഷൻ പീരീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് അവർക്ക് ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത്. അപ്പോൾ ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിക്കാൻ പെർമിഷൻ കൊടുക്കുകയും മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ATAMS, അതുപോലെ തന്നെ സ്ട്രോം ഷാഡോ തുടങ്ങിയ ലോങ് റേഞ്ച് വെപ്പൺ എല്ലാം തന്നെ റഷ്യക്കുള്ളിലോട്ട് വിടുകയും അത് വലിയ പ്രശ്നമുണ്ടാക്കുകയും ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഉക്രൈൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ ഏകദേശം 6 ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും റഷ്യക്കെതിരെ തന്നെ അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ 70ഓളം ഡ്രോൺസുകൾ, അതിലും 45 ഡ്രോൺസ് വന്നിട്ട് എയർക്രാഫ്റ്റ് ഡ്രോൺസുകളാണ്. വലിയ തരത്തിലുള്ള ഡ്രോൺസുകളും അയച്ചു. ഇതുകൂടാതെ JDAMS എന്ന് പറയുന്ന US നിർമ്മിച്ച ആ ബോംബുകളും ഇപ്പോൾ റഷ്യക്കെതിരെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ ഉക്രൈൻ തുടങ്ങിയിരിക്കുന്നു. വെറും ഉക്രൈൻ ഇത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. അപ്പോൾ റഷ്യ ആദ്യം തൊട്ടേ പറയുന്ന ഇത് തന്നെയാണ്, നാറ്റോ വളർന്നു കഴിഞ്ഞാൽ അത് റഷ്യക്ക് ത്രെട്ടാണ്, അതുകൊണ്ടാണ് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് തന്നെയല്ലേ, നാറ്റോയിൽ ചേരാത്ത യുക്രൈനാണ് ഇത്ര അധികം സഹായിക്കുന്നത്. അപ്പോൾ നാറ്റോ രാജ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ റഷ്യക്കെതിരെ എന്തെല്ലാം അറ്റാക്കുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെതിരെ ഈ യുദ്ധം നടത്തി ഇന്നലെ റഷ്യ ഇതിനെല്ലാം തന്നെ കൃത്യമായി റെസ്പോണ്ട് ചെയ്യുകയും അവരുടെ ഒറിജിനിക് എന്ന് പറയുന്ന ആ വെപ്പൺ എല്ലാം തന്നെ അവർ അന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലോട്ടാണ് ഇപ്പോൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം റഷ്യ അറ്റാക്കുകൾ നടത്തി പിടിച്ചെടുത്ത സ്ഥലത്തിനെക്കാട്ടും കൂടുതലാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് മാത്രം റഷ്യ ഉക്രൈനെ എന്നാണ് പറയുന്നത്. കാരണം റഷ്യക്കെതിരെ ഇങ്ങനെ അറ്റാക്കുകൾ മറ്റു രാജ്യങ്ങളെല്ലാം വരുമ്പോൾ റഷ്യ ഓൾറെഡി പറയുന്ന കാര്യമാണ്, മറ്റു രാജ്യത്തിന്റെ എന്തെങ്കിലും അറ്റാക്കുകൾ വരികയാണെങ്കിൽ ഞങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ അഗ്രസീവായ അറ്റാക്കുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രംപ് വരികയാണെങ്കിൽ ഈ യുദ്ധം നിർത്തുന്ന ഒരു ചർച്ചയിൽ വരികയാണെങ്കിൽ റഷ്യക്കറിയാം, ഇതുവരെ ക്യാപ്ചർ ചെയ്ത സ്ഥലങ്ങളായിരിക്കും ട്രംപ് ഒരു സമാധാനപരമായ ചർച്ചയിലെത്തുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, റഷ്യ കൂടുതൽ സ്ഥലങ്ങൾ ഫ്രണ്ട് ലൈൻ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത്രമാത്രം സ്ഥലങ്ങൾ റഷ്യക്ക് കിട്ടുമെന്നറിയാം. ഇതിനു വേണ്ടി തന്നെയാണ് റഷ്യ ഇപ്പോൾ പെട്ടെന്ന് തന്നെ നോർത്ത് കൊറിയ എന്നുള്ള സോൾജേഴ്സിനെ അടക്കം റഷ്യയിലോട്ട് കൊണ്ടുവന്ന് അവർക്ക് പരിശീലനം കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവരെ യുദ്ധകാലത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അറ്റാക്ക് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ട് ലൈൻ എത്രയും പെട്ടെന്ന് ഉക്രൈൻ ബോർഡറിലോട്ട് നിന്ന് പെട്ടെന്ന് പുഷ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UKക്കെതിരെ വലിയൊരു സർപ്രൈസുമായിട്ട് ഇപ്പോൾ റഷ്യ വന്നിരിക്കുന്നത്. കേഴ്സ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഒരു ആർമി സോൾജേഴ്സിനെ റഷ്യ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അപ്പോൾ അവിടെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് UK ഉള്ള സോൾജേഴ്സ് ആണ്. UK ആർമിയിൽ തന്നെയുള്ള ഒരു എക്സ് സോൾജർ ആണ് യുക്രൈൻ യുദ്ധത്തിന് വേണ്ടി ഇപ്പോൾ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ റഷ്യ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ റഷ്യ പറയുന്നുണ്ടായിരുന്നു, നാറ്റോ സോൾജേഴ്സ് എല്ലാം തന്നെ ഈ യുദ്ധത്തിൽ ഡയറക്റ്റ് ആയി വന്ന് ഇറങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ UK സോൾജേഴ്സ് തന്നെ ഈ യുദ്ധത്തിൽ നിൽക്കുന്നത്. അപ്പോൾ UKയും കൺഫേം ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവിധ ഓപ്പറേഷനിലും ഇറങ്ങും എന്ന് UKയും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ UKയും ഫ്രാൻസും കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ മീറ്റിംഗിൽ അവർ പറയുന്നത് നമ്മുടെ സോൾജേഴ്സ് അങ്ങോട്ട് പോകണോ വേണ്ടേ എന്നുള്ള കാര്യം
തീരുമാനിക്കാനാണ്. അപ്പോൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പറയും അത് ഡയറക്റ്റ് ആയിട്ട് സോൾജേഴ്സിന് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മാത്രം വേണ്ടിയാണ് ഇപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും പച്ചയായി തന്നെ അറിയുന്ന കാര്യമാണ്. മാത്രമല്ല ഏകദേശം 30ഓളം കപ്പലിനെതിരെ UK ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ റഷ്യൻ യുദ്ധത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇമ്പോസിഷൻ ഈ ഒരു സാങ്ഷൻ ഇമ്പോസ് ചെയ്തത് എന്നാണ് UK പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് പുടിൻ ഇപ്പോൾ അടുത്ത ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം ഇന്ത്യയിൽ വരും എന്നുള്ള കാര്യം കൺഫേം ആയില്ലേ. അത് മാത്രമല്ല പുടിൻ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏഷ്യൻ കൺട്രിയിലും ഞങ്ങളുടെ ICBM അതുപോലെ തന്നെ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലും ലോങ് റേഞ്ച് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും അങ്ങനെയുള്ള മിസൈലുകൾ ഏഷ്യയിലും ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്താൻ ഞങ്ങൾ മടി കാണിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. കാരണം ഏഷ്യയിൽ തന്നെ പലതരത്തിലുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പ് രാജ്യങ്ങളുണ്ട്. ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് രാജ്യമാണ്, ചൈന ഫ്രണ്ട്ഷിപ്പ് രാജ്യമാണ്. അതിൽ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് എന്തായാലും ഞങ്ങൾ കൊണ്ടു നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയ്ക്കും മറ്റു രാജ്യങ്ങൾക്കും ഒരു ഇച്ചിരി കൂടെ പേടി വരികയാണ്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടെ യുദ്ധത്തിലാവുമ്പോൾ റഷ്യ ഇങ്ങനെയും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ത്രെട്ട് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഉക്രൈൻ ഇപ്പോൾ ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കൂടുതലും S-400 വെച്ചിട്ട് അവരവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉക്രൈൻ ഫ്രണ്ട് ലൈൻ ഇപ്പോൾ റഷ്യൻ ഫ്രണ്ട് ലൈൻ ഇപ്പോൾ മുന്നേറുന്നതുകൊണ്ട് തന്നെ ഉക്രൈന് വലിയ രീതിയിലുള്ള പരാജയമാണ് അവിടെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാറ്റോയും യൂറോപ്യൻ യൂണിയനും കൂടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ട്രംപ് വരികയാണെങ്കിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നാറ്റോ അമേരിക്ക ഇല്ലാണ്ട് നാറ്റോയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും എങ്ങനെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനും കൊണ്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ